നമ്മുടെ ഓരോ പ്രഭാതത്തെയും ഉണർത്തുന്ന ഒരു കപ്പ് ചായയുടെ സുഗന്ധം ആസ്വദിക്കുമ്പോൾ അതിനു പിന്നിലെ സാഹസികമായ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ പാനീയ വിപണികളിലൊന്നായ ചായയുടെ ചരിത്രം മോഷണത്തിൻ്റെയും ചാരവൃത്തിയുടെയും വൻ നിഗൂഢതകളുടെയും കഥയാണ്. ഒരു കാലത്ത് ചൈനയുടെ മാത്രം കുത്തകയായിരുന്ന തേയില എങ്ങനെയാണ് അസമിലെ പച്ചപ്പണിഞ്ഞ മലനിരകളിലേക്ക് എത്തിയതെന്നും റോബർട്ട് ഫോർച്യൂൺ എന്ന ചാരൻ ഇതിന് എന്ത് പങ്കാണ് വഹിച്ചതെന്നും അറിയുന്നത് ഏറെ രസകരമാണ്. ലോകത്തിലെ ടീ ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന അസമിനെ രൂപപ്പെടുത്തിയ ആ നിഗൂഢ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിലെ തേയില വിപണി പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലായിരുന്നു. ചായയുടെ ഉൽപ്പാദന രഹസ്യങ്ങൾ അവർ പുറം ലോകത്തിന് വിട്ടുകൊടുത്തിരുന്നില്ല. ഈ കുത്തക തകർക്കുക എന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ ആവശ്യമായിരുന്നു. ഇതിനായി അവർ നിയോഗിച്ചത് റോബർട്ട് ഫോർച്യൂൺ എന്ന സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനെയാണ്. ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മികച്ചൊരു ചാരനായി മാറിയ അദ്ദേഹം ചൈനീസ് വേഷം ധരിച്ചും തലമുടി മുറിച്ചും ചൈനയുടെ ഉൾഗ്രാമങ്ങളിലെ തേയിലത്തോട്ടങ്ങളിൽ രഹസ്യമായി പ്രവേശിച്ചു. അവിടുത്തെ കൃഷിരീതികളും തേയില സംസ്കരണ വിദ്യകളും പഠിച്ചെടുത്ത അദ്ദേഹം ആയിരക്കണക്കിന് തേയിലച്ചെടികളും വിത്തുകളും അതീവ രഹസ്യമായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഒരു സാമ്രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സമ്പത്തിനെ ഇത്രയും സമർത്ഥമായി മോഷ്ടിച്ച ചരിത്രം ലോകത്ത് വേറെയുണ്ടാകില്ല. ഫോർച്യൂൺ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ അസമിലെ കാലാവസ്ഥയിൽ വളരാൻ തുടക്കത്തിൽ ഏറെ ബുദ്ധിമുട്ടി. എന്നാൽ ബ്രിട്ടീഷുകാരെ കാത്തിരുന്നത് അതിലും വലിയൊരു സർപ്രൈസ് ആയിരുന്നു. 1820-കളിൽ റോബർട്ട് ബ്രൂസ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ അസമിലെ കാടുകളിൽ പര്യവേഷണം നടത്തുമ്പോൾ അവിടുത്തെ സിംഗ്ഫോ ഗോത്രവർഗ്ഗക്കാർ പ്രത്യേകതരം ഇലകൾ ഉണക്കി പാനീയമുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചു. അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ചൈനീസ് തേയിലയേക്കാൾ കരുത്തുള്ള തദ്ദേശീയമായി വളരുന്ന അസം തേയില ആയിരുന്നു അത്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകൾ പരാജയപ്പെട്ടപ്പോൾ അസമിലെ കാടുകളിൽ തന്നെ മുളച്ചു നിന്ന ഈ കാട്ടുനിധി ബ്രിട്ടീഷുകാർക്ക് വലിയൊരു വാതിലായി മാറുകയായിരുന്നു. 1850-കളോടെ അസമിലുടനീളം വൻതോതിലുള്ള തേയിലത്തോട്ടങ്ങൾ നിലവിൽ വന്നു. ഇന്ന് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലകളുടെ പകുതിയിലധികവും വരുന്നത് അസമിൽ നിന്നാണ്. 800-ലധികം ഭീമൻ എസ്റ്റേറ്റുകൾ അവിടെയുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിൽ ലഭിക്കുന്ന സമൃദ്ധമായ മഴയും കടുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയുമാണ് അസം ചായയ്ക്ക് അതിൻ്റെ തനതായ രുചിയും കടുപ്പവും നൽകുന്നത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീയിലെ പ്രധാന ചേരുവ ഇന്നും അസം ചായയാണ്. മലയാളി കുടിക്കുന്ന ചായപ്പൊടിയുടെ വലിയൊരു ശതമാനവും അസമിലെ ഈ എസ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. പുലർച്ചെ തന്നെ മുള കൊണ്ടുള്ള കുട്ടകളുമായി തളിരില നുള്ളാനിറങ്ങുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ അസമിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് അസം ടീ എന്നത് ഇന്നൊരു ബ്രാൻഡ് മാത്രമല്ല, ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ തേയിലക്കൃഷി വ്യാപിപ്പിച്ചെങ്കിലും തുടക്കത്തിൽ ഇന്ത്യക്കാർക്ക് ചായ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പാലോ പഞ്ചസാരയോ ചേർക്കാത്ത ബ്ലാക്ക് ടീ ഇന്ത്യക്കാർക്ക് കൈപ്പേറിയ ഒന്നായിരുന്നു. സാധാരണക്കാരിലേക്ക് ചായ എത്തിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യമായി ചായ വിതരണം ചെയ്യുന്ന രീതി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. എന്നാൽ കൗശലക്കാരായ ഇന്ത്യക്കാർ ആ പാനീയത്തിൽ സ്വന്തം വിദ്യകൾ പയറ്റി. കടുപ്പമുള്ള ബ്ലാക്ക് ടീയിൽ അവർ പാലും പഞ്ചസാരയും ചേർത്തു. രുചി വർദ്ധിപ്പിക്കാൻ ഇഞ്ചിയും ഏലവും കറുവപ്പട്ടയും ഗ്രാമ്പൂവും ചേർത്തുണ്ടാക്കിയപ്പോൾ ഇന്നത്തെ വിശ്വപ്രസിദ്ധമായ മസാല ചായ രൂപപ്പെട്ടു. അതോടെ ചായ ഇന്ത്യയുടെ ദേശീയ പാനീയമായി മാറി. ഇന്ന് ചായ വെറുമൊരു പാനീയമല്ല, ഒരു വികാരമാണ്. രാഷ്ട്രീയ ചർച്ചകൾ മുതൽ സൗഹൃദ സംഭാഷണങ്ങൾ വരെ ഒരു കപ്പ് ചായയുടെ സാന്നിധ്യത്തിൽ നടക്കുകയാണ്. വെള്ളം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പാനീയം ഇതാണെന്ന് അതിൻ്റെ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നു. അസമിലെ പച്ചപ്പണിഞ്ഞ മലനിരകളിൽ നിന്ന് നമ്മുടെ ചായക്കപ്പിലേക്ക് എത്തുന്ന ആ ഓരോ തുള്ളിയിലും ചാരവൃത്തിയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അത്ഭുതകരമായ ഒരു ചരിത്രം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒരു ചായപ്രേമിയാണെങ്കിൽ അസമിലെ ആ തേയിലത്തോട്ടങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കുന്നത് നിങ്ങളുടെ ചായ കുടിക്കുന്ന അനുഭവത്തെ കൂടുതൽ ആഴമുള്ളതാക്കും. അസമിലെ തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നായിരിക്കും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടേറിയതാണെന്ന ഒരു തെറ്റായ ധാരണ പലർക്കുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് സുഗമമായി അസമിലെത്താം. അസമിലേക്കുള്ള യാത്രയിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം വിമാനയാത്ര തന്നെയാണ്. ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ പ്രധാന കവാടം. ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അസമിലേക്കുള്ള യാത്ര ദീർഘമാണെങ്കിലും അത് നൽകുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ വടക്ക് കിഴക്കൻ റെയിൽവേയുടെ പ്രധാന സിരയാണ്.
അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അസമിലേക്ക് മികച്ച റോഡ് സൗകര്യങ്ങളുമുണ്ട്. ഗുവാഹത്തിയിൽ നിന്ന് ഷെയർ ടാക്സികളും സർക്കാർ ബസ്സുകളും സ്വകാര്യ കോച്ചുകളും സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുന്നുണ്ട്. തേയിലത്തോട്ടങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ടീ ടൂറിസം പാക്കേജുകൾ പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും. പല പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകളും ഇന്ന് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. തോട്ടങ്ങൾക്കിടയിലുള്ള ഈ താമസ സൗകര്യങ്ങൾ തനി നാടൻ അസം ചായയുടെ രുചിയും അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതവും നേരിട്ട് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അസം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ്. ഈ സമയത്ത് കാലാവസ്ഥ വളരെ സുഖകരമായിരിക്കും. എന്നാൽ തേയില നുള്ളുന്നതും സംസ്കരിക്കുന്നതും നേരിട്ട് കാണണമെങ്കിൽ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലത്തോടനുബന്ധിച്ചുള്ള മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യം. മഴക്കാലത്ത് അസം കൂടുതൽ പച്ചപ്പണിഞ്ഞ് സുന്ദരിയായി മാറുമെങ്കിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അസമിലേക്കുള്ള നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഗുവാഹത്തിയിലെ കാമാഖ്യ ക്ഷേത്രം, കാസിരംഗയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ, ബ്രഹ്മപുത്രയിലെ ഉമാനന്ദ ദ്വീപ് എന്നിവ കൂടി ഉൾപ്പെടുത്തിയാൽ യാത്ര പൂർണ്ണമാകും. ഒരു കപ്പ് ചായയുടെ ഉറവിടം തേടിയുള്ള ഈ യാത്ര നിങ്ങളുടെ സഞ്ചാര ഡയറിയിലെ ഏറ്റവും മികച്ച അധ്യായമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.